ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്നാരോപിച്ച് ഷിംജിത എന്നു പേരുള്ള പെൺകുട്ടി സോഷ്യൽ മീഡിയയിലൂടെ ദൃശ്യം പങ്കുവച്ചതിന് പിന്നാലെ ഉണ്ടായ ദീപകിന്റെ ദാരുണാന്ത്യം ഏറെ വേദനയോടുകൂടിയാണ് മലയാളികൾ കേട്ടത്. ദീപകിന്റെ മരണത്തെ തുടർന്ന് ഒരുപാടാളുകൾ ബസ്സിലുണ്ടായിരുന്ന ഷിംജിതയ്ക്കെതിരെ കുറ്റം ആരോപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനിയാണ് മറുനാടൻ മലയാളി എന്ന പേരിൽ ഓൺലൈൻ ചാനൽ നടത്തുന്ന ഷാജൻ സ്കറിയ. ഷിംജിത ചെയ്ത പ്രവൃത്തിയെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ വളരെ ശക്തമായ രീതിയിലാണ് മറുനാടൻ അപലപിച്ചത്. അതുകൊണ്ടുതന്നെ ഒരുപാട് ആളുകൾ മറുനാടനെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. എന്നാൽ അനാവശ്യമായി തന്റെ മെക്കിട്ട് കയറിയ ഷാജൻ സ്കറിയയ്ക്ക് ചുട്ട മറുപടി കൊടുത്തുകൊണ്ടെത്തിയിരിക്കുകയാണ് ഷിംജിത. ഷിംജിത എഴുതിയ കുറിപ്പ് ഇങ്ങനെ: ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ആക്രമണം നേരിടുന്ന ഒരു പെൺകുട്ടി അനുഭവിക്കുന്ന മാനസിക സംഘർഷത്തിൽപ്പെട്ടിരിക്കുന്ന എനിക്ക് ആ സമയത്ത് വീഡിയോ എടുക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ബുദ്ധി പോയില്ല. അതിന്റെ പേരിൽ എന്നെ ഇങ്ങനെ ക്രൂശിക്കുന്നത് എന്തിനാണ്? എന്റെ ഭാഗത്ത് തെറ്റുണ്ടോ ഇല്ലയോ എന്ന് പോലീസ് അന്വേഷിക്കട്ടെ. എന്തിനാണ് മാധ്യമങ്ങൾ വിധികർത്താക്കളാകുന്നത്? ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതി എന്നെ ശിക്ഷിക്കുമല്ലോ. വെറുതെ എന്റെ മെക്കിട്ട് കയറരുത്. പൊതുവെ നിഷ്പക്ഷമായി കാര്യങ്ങൾ അന്വേഷിക്കാറുള്ള ഷാജൻ സ്കറിയയെ പോലുള്ളവർ ഒഴുക്കിനൊപ്പം നീന്തുന്നത് ശരിയായ ഏർപ്പാടാണെന്ന് തോന്നുന്നില്ല. ഞാനൊരു പാവമാണ്. എന്റെ ജീവനാണോ നിങ്ങൾക്ക് വേണ്ടത്? ഒരു ജീവന് പകരമാവേണ്ടത് മറ്റൊരു ജീവനാണോ? ഇതിനു മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? ഒരാളുടെ അനുവാദമില്ലാതെ വീഡിയോ എടുക്കുന്നതും അത് അപ്ലോഡ് ചെയ്യുന്നതും ശരിയല്ലെന്ന് എനിക്കറിയാം. പക്ഷേ എന്റെ സാഹചര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഞാനൊരു മുൻ വാർഡ് മെമ്പർ കൂടിയാണ്. എന്റെ പ്രവർത്തനം എങ്ങനെയുണ്ടെന്ന് എന്റെ വാർഡിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാനൊരു ചീത്തപ്പേരും ഇന്നുവരെ എന്റെ വാർഡിൽ കേൾപ്പിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള എനിക്കെതിരെ ഇത്ര കഠിനമായ രീതിയിൽ സൈബർ ആക്രമണം നടക്കുന്നത് വളരെയധികം വിഷമമുണ്ടാക്കുന്നുണ്ട്. ഞാൻ ആരോടെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി എന്നോട് ക്ഷമിക്കുക. ഒരിക്കൽ കൂടി പറയട്ടെ, ഞാനൊരു പാവമാണ്.